ഓക്കെ. ഇപ്പൊ ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ 1 മുതൽ ഇത്രയും വരെയുള്ള ഹെഡ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ടാക്സ് മിനിമൈസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണെന്നുള്ള സാലറിയിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ സാലറിയിൽ ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സംഷൻസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള എക്സംഷൻസ്? അതായത് ഫുള്ളി ടാക്സിബിൾ അലവൻസസ് ഉണ്ട്. ആ ഫുള്ളി ടാക്സിബിൾ അലവൻസ് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ടാക്സ് പ്ലാൻ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്ലി ടാക്സിബിൾ ആയിട്ടുള്ള അലവൻസസും അതുപോലെ തന്നെ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസസും കൃത്യമായി ക്ലെയിം ചെയ്യുക. ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് കൃത്യമായിട്ട് ക്ലെയിം ചെയ്യുക. ഡിഡക്ഷൻസ് കൃത്യമായിട്ട് ക്ലെയിം ചെയ്യുക. അതായത് പ്രൊഫഷണൽ ടാക്സ്, എന്റർടൈൻമെന്റ് അലവൻസ് തുടങ്ങിയ കാര്യങ്ങൾ. ഗിഫ്റ്റ് മേടിക്കുന്ന സമയത്ത് 5000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഗിഫ്റ്റ് മേടിക്കാതിരിക്കുക. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്തായി? ആ സാലറിയിലെ ടാക്സ് പ്ലാൻ ആയി. അതുപോലെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ടാക്സ് പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ഹൗസ് പ്രോപ്പർട്ടി ടാക്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവിടെ ചെയ്യേണ്ട കാര്യം, ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ട് എങ്കിൽ ആ വീടുകളിൽ നിന്നും നമ്മൾ എന്താണ് ആ വീടുകളിൽ ഏതെങ്കിലും ഒരു വീടിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആക്കി കൺവേർട്ട് ചെയ്യണം അല്ലെ? നമുക്ക് 3 വീടുണ്ടെങ്കിൽ 2 വീടിനെ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ? നിയമപരമായിട്ട് സെൽഫ് ഓക്യുപൈഡ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സെൽഫ് ഓക്യുപൈഡ് ആയിട്ട് വെക്കുന്ന ആ വീടിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ആനുവൽ വാല്യൂ വരുന്ന വീടുകൾ ഏതാണോ ആ 2 വീടിനായിരിക്കണം എന്താക്കി മാറ്റേണ്ടത്? സെൽഫ് ഓക്യുപൈഡ് ആക്കി മാറ്റേണ്ടത്. ഓക്കെ. ആനുവൽ വാല്യൂ കുറവുള്ള വീടിനെ എന്താക്കുക? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആക്കി മാറ്റുക. അപ്പോഴാണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്ത് വരിക? ടാക്സ് ബർഡൻ നമുക്ക് കുറഞ്ഞു കിട്ടുക. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ആൻസറുകളെ കൺവേർട്ട് ചെയ്യുക. എപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ എന്താണ് ഓരോരോ ഹെഡ് വൈസ് ചിലപ്പോൾ സാലറിയിൽ എങ്ങനെ ടാക്സ് പ്ലാൻ ചെയ്യാം, ചിലപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ എങ്ങനെ ടാക്സ് പ്ലാൻ ചെയ്യാം, ചിലപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ എങ്ങനെ ടാക്സ് പ്ലാൻ ചെയ്യാം എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അതാത് ഹെഡുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഡക്ഷൻസ്, എക്സംഷൻസ് ക്ലെയിം ചെയ്യുന്ന രീതി അതിനകത്ത് എഴുതി വെച്ചാൽ മതി. ഓക്കെ. ഇനി ക്യാപിറ്റൽ ഗെയിനിലാണെങ്കിലോ, ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ ക്ലെയിം ചെയ്യാം? അതിനകത്ത് നമുക്കറിയാം ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്ന പണം കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 54 അനുസരിച്ച് 54B, 54F, 54G എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 54 അത്തരത്തിലുള്ള 54ലുള്ള എക്സംഷൻസ് കൃത്യമായിട്ട് വിനിയോഗിക്കുക. ആ വിനിയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നു. ആ ക്യാപിറ്റൽ ഗെയിനിലെ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2-3 വർഷത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് ടാക്സ് ചെയ്യാതെ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ നിലനിൽക്കും. പല അസറ്റുകളും പല രീതിയിലും അത് നമുക്ക് ലാഭമാണ്. അപ്പൊ ആ രീതിയിലാണ് ടാക്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോ ആൻസർ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു തിയറി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ രീതിയിൽ ആൻസർ എഴുതുക. ഓക്കെ. ഇനി നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാൻ പാർട്ട് ബി സെക്ഷൻ പാർട്ട് ബി ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തിയറി ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. മേ ബി ഇത് ഒറ്റ ഫുൾ ആയിട്ട് ചിലപ്പോൾ ഒരു തിയറി എസ്സേ ആയിട്ട് ചോദിക്കാം. ഓക്കെ. അപ്പൊ അസസ്മെന്റ് എന്നാൽ എന്താന്നുള്ളതാണ് നോക്കുക. Assessment means ascertaining the taxable income and tax liability of an assessee as per the provisions of Income Tax Act 1961, Income Tax Rule 1962 and Finance Act. അതായത് ഒരു വ്യക്തിയുടെ ടാക്സബിൾ ഇൻകവും ആ വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റിയും ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട്, ഇൻകം ടാക്സ് ആക്ടും ഇൻകം ടാക്സ് റൂളും ഫിനാൻസ് ആക്ടും അനുസരിച്ചിട്ട് കണ്ടെത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഇൻകം ടാക്സ് ആക്ട്, ഇൻകം ടാക്സ് റൂള്, ഫിനാൻസ് ആക്ട്, പിന്നെ എന്താണ് CBDT, ജഡ്ജ്മെന്റ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കോമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് എന്നുള്ളത് അല്ലെ? ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞ സമയത്ത്, ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് 1961 നിർമ്മിച്ചിട്ടുള്ള ഈ ആക്ട് ഈ 2024 നമുക്ക് അപ്ലിക്കബിൾ ആവണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ചേഞ്ചസ് ഉൾപ്പെടുത്തണം. അത് എവിടെ വരും? അത് അതാത് വർഷത്തെ ബഡ്ജറ്റിലൂടെ, അതായത് ഫിനാൻസ് ആക്ടിലൂടെ അത് വരും. അതുകൊണ്ടാണ് ആക്ടും റൂളും ഫിനാൻസ് ആക്ട് അനുസരിച്ചിട്ട് ഒരു വ്യക്തിയുടെ ഇൻകം ടാക്സ് ചെയ്യേണ്ട ഇൻകം എത്രയാണ്, എങ്ങനെയാണ് ഇൻകം ടാക്സബിൾ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, അയാളുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സബിൾ ഇൻകവും ടാക്സ് ലയബിലിറ്റിയും മെഷർ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അസസ്മെന്റ് നമുക്ക് പ്രധാനമായിട്ടും 5 ടൈപ്പാണുള്ളത്. ഒന്ന് സെൽഫ് അസസ്മെന്റ്, അത് പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത് അല്ലെ? സെൽഫ്. 2
അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേണിന്റെ അടിസ്ഥാനത്തിലുള്ള അസസ്മെന്റ്, പിന്നെ റെഗുലർ അസസ്മെന്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ഉണ്ട്, ബേസ്ഡ് ഓൺ എവിഡൻസ് അസസ്മെന്റും ഉണ്ട്. പിന്നെ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് അല്ലെങ്കിൽ റീ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അസസ്മെന്റ് ഉണ്ട്. ഇതിന് പ്രിക്യൂഷണറി അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, അതില് സെൽഫ് അസസ്മെന്റ് എന്നാൽ എന്താന്ന് നോക്കാം. ഓക്കെ, സെൽഫ് അസസ്മെന്റ് പേര് തന്നെ ഉണ്ട്. അത് നമുക്ക് ആ പേര് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. എന്നാലും നോക്കുക. ഇഫ് an assessee himself fulfill all the legal requirement in connection with the tax, it is called self assessment. അതായത് ഒരു അസസ്സി, അതായത് ഞാൻ എൻ്റെ ടാക്സ് മായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ സ്വയം, എൻ്റെ ടാക്സുടെ ഇൻകം എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു, എൻ്റെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു, എൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിട്ടേൺസ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയം ചെയ്യുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, the assessee compute his total income and tax, prepare and submit return, remit any unpaid balance of tax, etc. അതായത് അസസി തന്നെ എന്ത് ചെയ്യുന്നു, അയാളുടെ ഇൻകം കണ്ടുപിടിക്കുന്നു, അയാളുടെ ടാക്സ് എത്രയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു ഒക്കെ അയാൾ തന്നെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ടാക്സ് അടയ്ക്കുന്നത് അയാൾ തന്നെയാണ്. എന്തെങ്കിലും അടയ്ക്കാൻ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതും ഒക്കെ ഫുൾ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി തന്നെ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം, സെൽഫ് അസസ്മെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തതാണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. ഓക്കെ, എന്താണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്? Assessment done on the basis of return submitted by the assessee voluntarily or compulsorily is called assessment on the basis of return. അതായത് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ആദ്യം പറയാം. റിട്ടേൺ താഴെ നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് റിട്ടേൺ എന്താണെന്ന് പറയാം. റിട്ടേൺ എന്ന് പറയുന്നത് ഒരു അസസി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ഇത്രയാണ്, ആ വ്യക്തി ഇന്ന രീതിയിലുള്ള ഡിഡക്ഷൻസും എക്സംഷൻസും ക്ലെയിം ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വിത്ത് എവിഡൻസ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് റിട്ടേൺ എന്ന് പറയുന്നത്. അതിന് ITR, ഇൻകം ടാക്സ് റിട്ടേൺ എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഇൻകം ഇത്രയാണ്, എൻ്റെ ടാക്സ് ഇത്രയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വമേധയാലോ അല്ലെങ്കിൽ കമ്പൽസറിലി, അതായത് ഗവൺമെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് പ്രകാരം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺ. ഓക്കെ, അപ്പോൾ വോളണ്ടറിലി സബ്മിറ്റ് ചെയ്തിട്ടുള്ളതായിട്ടോ അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ കമ്പൽസറിലി സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിട്ടേണോ അത് ഉപയോഗിച്ചിട്ട് ആ റിട്ടേണിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, അസസ്മെന്റ് കമ്പ്യൂട്ടേഷൻ ചെയ്ത് നോക്കുക. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ റിട്ടേണിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അസസിങ് ഓഫീസർ എന്നുണ്ടാവും, ഓരോരോ ഏരിയയിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു, അയാളുടെ കീഴിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ റിട്ടേൺ എടുത്തിട്ട് അയാൾ ഒരു ക്രോസ് ചെക്ക് ചെയ്യുക. അയാൾ ഒന്നുകൂടി കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാം കറക്റ്റ് ആണോ, ഇതിൽ എന്താണ് HRA കാൽക്കുലേഷൻ കറക്റ്റ് ആണോ, ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആണോ, ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള നിയമം അനുസരിച്ചിട്ടാണോ, അങ്ങനെ എന്താണ് റിട്ടേണിന്റെ അടിസ്ഥാനത്തിൽ അത് അവിടെ ജസ്റ്റ് എന്താണ് നമ്മൾ കൊടുത്ത ഡോക്യുമെന്റിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് റെഗുലർ അസസ്മെന്റ്. റെഗുലർ അസസ്മെന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസും ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റും. നോക്കുക, അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് in order to ensure the correctness or completeness of return, or to ensure that the income has not been understated or loss declared is not excessive or tax has not been underpaid, the assessing officer shall serve as a notice to produce evidence in support of the return. The assessment is done on the basis of evidence produced by the assessee. അതായത് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. ഞാൻ എൻ്റെ റിട്ടേൺ കൊടുത്ത സമയത്ത്, ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സെക്ഷൻ 80C അനുസരിച്ചിട്ട് ഒരു 1,20,000 രൂപയുടെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ എന്താണ് സെക്ഷൻ 80G അനുസരിച്ച് ഞാൻ എന്താണ് ഇന്ന ഡിഡക്ഷൻസ് ഡൊണേഷൻസ് നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ അതിൽ എഴുതി, എൻ്റെ റിട്ടേണിൽ എഴുതി. അപ്പോൾ എൻ്റെ അസസിങ് ഓഫീസർ
പറയാണ് അങ്ങനെ നിങ്ങൾ സെക്ഷൻ 80G അനുസരിച്ചിട്ട് ഈ ഡൊണേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡൊണേഷന്റെ പ്രൂഫ് തരാൻ പറയും. ഓക്കെ. അല്ല നിങ്ങൾ 80C അനുസരിച്ചിട്ട് 1,20,000 നിങ്ങൾ ക്ലെയിം ചെയ്തല്ലോ. അങ്ങനെ 1,20,000 ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1,20,000 ക്ലെയിം ചെയ്യുവാൻ നിങ്ങൾ LIC അടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 5 ഇയർ FD എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്താണോ 80C അനുസരിച്ച് ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രൂഫ് എവിഡൻസ് ഹാജരാക്കാൻ പറയും. അങ്ങനെ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൽ എഴുതിയിട്ടുള്ള ഓരോ എലമെന്റിന്റെയും എവിഡൻസ് ഹാജരാക്കാൻ പറയും. ആ എലമെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യാണ് എന്ത് ഇവർ കൂടുതലായിട്ട് എന്താണ് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ, ഇവര് എന്താണ് ടാക്സ് കുറച്ചാണോ അടച്ചിട്ടുള്ളത്, അതുപോലെ എന്താണ് ഇവര് കാണിക്കേണ്ട എല്ലാ ഇൻകവും കാണിച്ചിട്ടുണ്ടോ, അങ്ങനെ ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പേര് തന്നെ ഉണ്ട്, സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അത്. ഓക്കെ, ഇനി അടുത്തത് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഈ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് മാത്രമായിട്ട് ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. നിങ്ങൾ ഡിഗ്രിക്ക് ടാക്സ് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പാർട്ട് എയില് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അവിടെയും ഇത് വളരെയധികം ചോദിച്ചു കാണാറുള്ള ഒരു സംഭവമാണ് ഈ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പാർട്ട് എ ഭാഗത്ത് നിങ്ങൾക്ക് ചോദിക്കാം, ചെറിയ ഷോർട്ട് പാരഗ്രാഫ് ആയിട്ട്. ഓക്കെ, അപ്പോ ഇത് പഠിച്ചു വെക്കുക. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടേം ആണ്. അപ്പൊ എന്താണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നോക്കുക. Under best judgment assessment, the total income and tax liability of the assessee is estimated by the assessing officer unilaterally on the basis of circumstantial evidences and other details obtained. This assessment is called ex parte assessment. അതായത് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസസിംഗ് ഓഫീസർ, അതായത് നമ്മുടെ ഏരിയയിൽ നമ്മുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഓരോരോ എന്താണ് ഏരിയയിലേക്ക് ഓരോരോ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യുന്നു, അയാളുടെ യൂണിലാറ്ററലി എന്നാ പറയുന്നത്, അതായത് അയാൾ എന്താണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി, എന്റെ ടാക്സ് ലയബിലിറ്റി ഇത്ര രൂപയാണ് എന്ന് അയാൾ സ്വയം എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അയാൾ ആ തീരുമാനം എടുക്കുന്നത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമല്ലോ. അയാൾക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യ തെളിവുകളുടെയും മറ്റു ഡീറ്റെയിൽസിന്റെയും അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥൻ, ഇൻകം ടാക്സ് ഓഫീസർ എന്ത് ചെയ്യുന്നു, എന്നോട് പറയും ഇത്ര രൂപ നിങ്ങൾ ടാക്സ് അടയ്ക്കണം എന്ന് പറയും. അപ്പൊ നമുക്ക് അവരുടെ അസസ്മെന്റിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനൊക്കെ പറ്റും. പക്ഷെ അതിന് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിന് മുമ്പ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു തീരുമാനം, അതായത് സ്വമേധയാ എടുക്കുന്നതിന് മുമ്പ് നമ്മോട് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂഫ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ നമ്മളൊന്നും കൊടുക്കാതെ വരുന്ന സമയത്താണ് ശരിക്കും ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യുക. അതായത് എന്നോട് എന്ത് ചെയ്യുന്നു, എന്റെ ഇൻകം സോഴ്സ് കാണിക്കാനുള്ള നോട്ടീസ് ഒക്കെ തരും. ആ നോട്ടീസ് ഒക്കെ തന്നിട്ട് ഞാൻ ആദ്യത്തെ നോട്ടീസ് തന്നു, രണ്ടാമത്തെ നോട്ടീസ് തന്നു, അങ്ങനെ ഒരു 3-4 നോട്ടീസ് തന്നിട്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വഴിയൊന്നുമില്ല. അപ്പൊ പിന്നെ അവരെന്താ ചെയ്യുക, അവർക്ക് ലഭിച്ചിട്ടുള്ള സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അവർക്ക് കിട്ടിയിട്ട് മറ്റ് ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നു, എന്റെ ടാക്സ് ലയബിലിറ്റി അവർ നിർണ്ണയിക്കും. ആ ടാക്സ് ഞാൻ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അവര് മാക്സിമം നമ്മുടെ അടുത്തുനിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷമാണ് അവർ ഈ സ്വമേധയുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ശ്രമിച്ചിട്ട് കിട്ടാതെ വരും. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഈ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിന് എന്ത് വിളിക്കുന്നത്, എക്സ് പാർട്ടി അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പാർട്ടി എന്ന് പറയുന്ന അസസി ഇവിടെ ഇല്ലല്ലോ, ഈ കേസിൽ ആരാണ്, ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, എക്സ് പാർട്ടി അസസ്മെന്റ് എന്നും ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിനെ നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി ഇറ്റ് മേ ബി ഓഫ് 2 ടൈപ്പ്. ഒന്ന് കമ്പൾസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് ആൻഡ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ്. ബെസ്റ്റ് ജഡ്ജ്മെന്റ് 2 തരത്തിലുണ്ട്, കമ്പൾസറി ജഡ്ജ്മെന്റും ഉണ്ട്, ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റും ഉണ്ട്. എന്താണ് കമ്പൾസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ്? താഴെ പറയുന്ന 3 സാഹചര്യങ്ങളിലാണ് കമ്പൾസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് നടത്താറുള്ളത്. ഒന്ന്, where the assessee failed to make voluntary return, belated return and revised return. അതായത് അസസി സ്വമേധയാ വോളണ്ടറി റിട്ടേൺ അല്ലെങ്കിൽ ബിലേറ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ റിവൈസ്ഡ് റിട്ടേൺ നൽകാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ. Then where the assessee failed to produce accounts or other documents or information or failed to get accounts audited. അതുപോലെ തന്നെ എന്താണ്, അസസി
അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മറ്റ് ഡോക്യുമെന്റ്സും മറ്റ് ഇൻഫർമേഷൻസും ഒക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നൽകാൻ ഫെയിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് എന്താണ് നൽകാൻ ഫെയിലായി കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാൻ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ, അപ്പോഴൊക്കെ എന്താണ് ചെയ്യുക? കമ്പൾസറി ബസ് ജഡ്ജ്മെന്റ് ആണ് ചെയ്യുക. ഇതിനടുത്ത് വേർ ദ റിട്ടേൺ ഈസ് ഇൻകറക്റ്റ് ഓർ ഇൻകംപ്ലീറ്റ് അസസ്മെന്റ് മെയ്ഡ് അണ്ടർ എനി ഓഫ് ദി അബോവ് സർക്കംസ്റ്റാൻസസ് ഇസ് കോൾഡ് കമ്പൾസറി ബസ് ജഡ്ജ്മെന്റ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ നടത്തുന്ന അസസ്മെന്റ് ആണ് എന്ത്? കമ്പൾസറി ബസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്ക്രിഷണറി ബസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്, ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞെങ്കിൽ അയാളുടെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ആണ്, ആരുടെ? ഇൻകം ടാക്സ് ഓഫീസറുടെ ഡിസ്ക്രിപ്ഷൻ, അയാളുടെ വിവേചന അധികാരമാണ്. അയാൾക്ക് തോന്നുകയാണ് ഇത് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അങ്ങനെ അയാളുടെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അതിനെ ഡിസ്ക്രിഷണറി ബസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയും. ഓക്കെ, അത് എപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? നോക്കൂ. Where the assessing officer is not satisfied about the correctness of the accounts of the assessee, or where no method of accounting has been regularly employed by the assessee, the assessing officer may, in his direction, make best judgment assessment, and it is called a discretionary best judgment assessment. അതായത് അസസിങ് ഓഫീസർ എന്നോട് എന്താണ് എൻ്റെ അക്കൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ നൽകാൻ ആവശ്യപ്പെട്ടു. ഞാൻ നൽകി. പക്ഷേ അസസിങ് ഓഫീസർക്ക് ഞാൻ നൽകിയിട്ടുള്ള എൻ്റെ അക്കൗണ്ട്സും അയാൾ എന്നോട് അയാൾക്ക് വേണമെങ്കിൽ എന്താണ് ഹിയർ ടു ബി എന്ന് പറയും, എന്നോട് ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടും അയാൾക്ക് എന്താണ് എന്നിലൊരു വിശ്വാസം വരുന്നില്ല. അയാൾക്ക് എന്തോ ഒരു കള്ളത്തരം ഞാൻ ഒളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ ഡിസ്ക്രിഷൻ ആണ്. അതായത് അയാളുടെ വിവേചനാധികാരമാണ്. ആർക്കും എതിർക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അതാണ് ഈ ഏറ്റവും പവറുള്ള ഡിപ്പാർട്ട്മെന്റ്. ഇ ഡി എന്നൊക്കെ കേട്ടത് എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, സാധാരണ സ്ത്രീകൾ ആണെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വനിതാ പോലീസ് തന്നെ വേണം. പക്ഷെ ഇവരുടെ കേസിൽ ഇവർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത്, സ്ത്രീ ആണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ആ സമയത്ത് ഒരു വനിതാ പോലീസിന് കിട്ടിയിട്ടില്ല എങ്കിൽ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇ ഡിയുടെ കേസിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവരെന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും വാർത്തകൾ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ കുറെ അധികം ഇ ഡി റെയ്ഡുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അന്വേഷണത്തിന് ഇറങ്ങാൻ പറ്റും, ചോദിക്കാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. അത് അവരുടെ വിവേചനാധികാരമാണ്. അതുപോലെ തന്നെയാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്നോട് ചോദിച്ചതിനനുസരിച്ച് ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ? പക്ഷെ ഡിപ്പാർട്ട്മെന്റിന് അതിലൊന്നും വിശ്വാസം വന്നില്ല എന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് എവിഡൻസ് ഒക്കെ വെച്ചുകൊണ്ട് അവർക്ക് ഓർഡർ ഇടാം, ഇത്ര രൂപ ടാക്സ് അടയ്ക്കാം. ഓക്കെ, അതിനെയാണ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. If the assessing officer has sufficient reason to believe that any income chargeable to tax has escaped assessment for any assessment year, he may assess or reassess such income, which is called income escaping assessment. അതായത് ഈ ഒരു ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2020 വർഷം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ റിട്ടേണിൽ ആ വർഷം പ്രത്യേകിച്ച് എന്താണ് ഡിപ്പാർട്ട്മെന്റിന് ഒന്നും തോന്നിയിട്ടില്ല. എന്താണ് ഞാൻ സബ്മിറ്റ് ചെയ്തതിൽ സഫിഷ്യന്റ് അല്ലാത്ത അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ആണ് രേഖകൾ എന്ന് അവർക്ക് തോന്നിയിട്ടില്ല, എവിഡൻസ് ഒന്നും ഇല്ല. അങ്ങനെ അപ്പോൾ അവർക്ക് ഒരു സംശയം തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ 2024 ആയപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് കിട്ടി. അന്നത്തെ ഇൻകത്തിൽ അന്ന് കുറെ ഇൻകം ഇയാൾക്ക് വന്നിട്ടുണ്ട്, അതിലെന്തോ എന്താണ് കുറെ ഇൻകം കാണിക്കാത്തത് എന്തോ ഉണ്ട് എന്നൊക്കെ സംശയം തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഇൻകം എസ്കേപ്പ് ചെയ്തിട്ട് ഇൻകം കാണിച്ചിട്ടില്ല എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് നമ്മുടെ ഇത് അസസ് ചെയ്യാം, വീണ്ടും എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം, റീഅസസ് ചെയ്യാം. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നമ്മളിപ്പോ ഈ വർഷം കള്ളത്തരൊക്കെ കാണിച്ച് പിടിക്കപ്പെടാതെ പോയി, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. കാരണം എന്താണ്? ഡിപ്പാർട്ട്മെന്റിന് പിന്നീട് എപ്പോഴെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു എന്ത് കിട്ടിയാൽ മതി, ഒരു തെളിവോ എന്തെങ്കിലും ഒരു ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരത് വീണ്ടും റീഓപ്പൺ ചെയ്യും, ചെക്ക് ചെയ്യും. ഓക്കെ, അതിനെയാണ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് പ്രിക്യൂഷണറി അസസ്മെന്റ്, അല്ലെങ്കിൽ അതിന് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന പേരുണ്ട് കേട്ടോ. പ്രിക്യൂഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്താണെന്ന് നോക്കാം. If it is practically difficult to determine as to whom the income pertain,
The assessing officer can assess the person who is found to be prima facie a recipient of the income. This is called precautionary assessment because such an assessment is done as a precaution to protect the income. അതായത് ആരുടെ ഇൻകം ആണ് എന്ന് കൃത്യമായിട്ട് എന്താണ് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അസസിങ് ഓഫീസർ എന്ത് ചെയ്യുന്നു? പ്രിമ പ്രൈമ ഫേഷ്യ എന്ന് പറഞ്ഞെങ്കിൽ അസസിങ് ഓഫീസറുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഈ എന്താണ് അവരുടെ ഒരു നോട്ടത്തില് ആരാണോ ഇൻകവുമായി അവർക്ക് തോന്നും ഇന്ന ഈ ഇൻകവുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിക്കാണ് കൂടുതൽ ഹോൾഡ് ഉള്ളത് എന്ന് തോന്നുകയും അങ്ങനെ അയാളെ കൊണ്ട് ടാക്സ് അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള അസസ്മെന്റിനെയാണ് പ്രിക്യൂഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് പ്രിക്യൂഷണറി. ഇതിനെ പ്രിക്യൂഷണറി അസസ്മെന്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ഈ അസസ്മെന്റ് ചെയ്യുന്നത് ആ ഇൻകം, അതായത് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം മനസ്സിലാക്കി ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്തിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ആ ഇൻകം എന്തായിട്ടോ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിന് ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു അസസ്മെന്റ് പ്രിക്യൂഷണറി അസസ്മെന്റ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ടു ഹും ദ ഇൻകം പെർട്ടൈൻ, ആരുടെ ഇൻകം ആണ് എന്ന് തീരുമാനിക്കാൻ ഡിഫിക്കൽട്ട് ആകുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുക? പ്രിക്യൂഷണറി അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുക. അപ്പൊ ആ ഇൻകം നിന്നുള്ള ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടണം. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് കിട്ടാനുള്ള ഒരു സാഹചര്യവും അവർ കളയില്ല. ഓക്കെ, അപ്പോൾ അതാണ് പ്രിക്യൂഷണറി അസസ്മെന്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്നും അതിനെ വിളിക്കാറുണ്ട്. ക്ലിയർ? അപ്പൊ ഇത്രയാണ് അസസ്മെന്റുകൾ വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ഇതിൽ നമ്പർ ഇട്ടോട് തെറ്റിയാണ് തോന്നുന്നു. 5 ടൈപ്പ് ഉണ്ട്. 1, 2, 3, 4. ഓക്കെ, നമ്പർ ഇട്ടോടുത്ത് തെറ്റിയാണ് കേട്ടോ. 5 ടൈപ്പ് ഇതിനകത്തുണ്ട്. അപ്പൊ ഈ 5 ടൈപ്പ് ഓഫ് അസസ്മെന്റ് പഠിച്ചു വെക്കുക. പാരഗ്രാഫ് ക്വസ്റ്റ്യനകത്ത് ചോദിക്കാം. വളരെയധികം സാധ്യതയുള്ള ഒന്നാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ഏകദേശം ധാരണ ആയല്ലോ എന്താ സംഭവം എന്നുള്ളത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് നമ്മൾ റിട്ടേൺ ആണ് പഠിക്കുന്നത്. എന്താണ് റിട്ടേൺ? ഇതും നമുക്ക് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് റിട്ടേൺ? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിട്ടേൺ എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? The statement in which assessee disclose the details of his income during previous year is called return. During the previous year during the previous year is called return. Okay, അതായത് അസസി അയാളുടെ ഇൻകം ഇത്രയാണ് എന്ന് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഈസ് കോൾഡ് റിട്ടേൺ. ദെൻ നോക്കുക, ഇൻഡിവിജ്വൽസിന്റെ കേസിൽ എപ്പോഴാണ് റിട്ടേൺ കൊടുക്കേണ്ടത്? ഇൻഡിവിജ്വലി HUF, AOP, BOI, AJP ഇങ്ങനെ ഇവരുടെ കേസിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ഇൻകം, ആ വ്യക്തിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം പ്ലസ് സെക്ഷൻ 38 സെക്ഷൻ 1038, 10A, 10B, 10BA, 54, 54B അല്ലെങ്കിൽ 54നകത്ത് വരുന്ന കാര്യങ്ങള്. അപ്പം ഇത്തരം ഇതൊക്കെ എന്താണ്? ഡിഡക്ഷൻസും എക്സംഷൻസ് ആണ്. ഈ എക്സംഷൻസ് ക്ലെയിം ചെയ്യാതെയുള്ള നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മുകളിലാണ് എങ്കിൽ, നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2.5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഏത് ടാക്സ് സ്ലാബാണോ നമ്മൾ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഡിഫോൾട്ട് ടാക്സ് റെജീം ആണെങ്കിൽ 3 ലക്ഷം, ഓൾഡ് റെജീം അല്ലെങ്കിൽ ഓപ്ഷണൽ റെജീം ആണെങ്കിൽ 2.5 ലക്ഷം അല്ലെ? അപ്പം അത് ഏത് ടാക്സ് റെജീം ആണോ അതിനനുസരിച്ച്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈ പറയുന്ന സെക്ഷനിലുള്ള എക്സംഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാതെയുള്ള നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആ എക്സംഷൻ ലിമിറ്റിനേക്കാൾ, അതായത് 2.5 ലക്ഷത്തിനേക്കാൾ കൂടുതലാണ് എങ്കിൽ അല്ലെങ്കിൽ 3 ലക്ഷത്തിനേക്കാൾ കൂടുതലാണ് എങ്കിൽ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ HUF, AOP, BOI, AJP അവരൊക്കെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും മസ്റ്റ് ഫയൽ ദി റിട്ടേൺ ഓഫ് ഇൻകം ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻകം ഓർ ലോസ്.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി കമ്പനിയുടെ കേസിൽ, കമ്പനി ആൻഡ് ഫേം, കമ്പനിയും ഫേമിന്റെ കേസിൽ ആസ് സൂൺ ആസ് ദ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് ഓർ പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈൻഡ്, അതായത് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, രൂപീകരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേമിന്റെ കേസിൽ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മസ്റ്റ് ഫയൽ ഇൻകം ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? അവര് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കമ്പനിയുടെ കേസിൽ, കമ്പനിയും അതിന്റെ ഫേമിന്റെ കേസിൽ ഇൻകം ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? അവര് റിട്ടേൺ ഓഫ് ഇൻകം എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓഫ് ഇൻകം ആണ്, അത് ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽസിന്റെയും HUF, AOP, BOI, AJPയുടെ കേസിലൊക്കെ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എക്സംഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാതെ ഉള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി റിട്ടേൺസ് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. റിട്ടേൺസ് നമുക്ക് പ്രധാനമായിട്ടും 8 തരത്തിലുള്ള റിട്ടേൺസ് ആണുള്ളത്. വോളണ്ടറി റിട്ടേൺ, കമ്പൾസറി റിട്ടേൺ, ഫയലിംഗ് ഓഫ് റിട്ടേൺ ത്രൂ എംപ്ലോയർ, ഡിഫക്റ്റീവ് റിട്ടേൺ, റിട്ടേൺ ഓഫ് ലോസ്, ബിലേറ്റഡ് റിട്ടേൺ, റിവൈസ്ഡ് റിട്ടേൺ, അതർ റിട്ടേൺസ്. ഇങ്ങനെ നമുക്ക് 8 ടൈപ്പ് ഓഫ് റിട്ടേൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് വോളണ്ടറി റിട്ടേൺ. എന്താണ് വോളണ്ടറി റിട്ടേൺ? പേര് തന്നെയുണ്ട് വോളണ്ടറി. അതായത് the assessee shall voluntarily prepare and submit the return without compulsion from any authority is called voluntary return. അതായത് ആരുടെ അടുത്തു നിന്നും യാതൊരുവിധ നിർബന്ധവും ഒന്നുമില്ലാതെ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഒന്നും പറഞ്ഞിട്ടല്ല, അസസി സ്വമേധയാ എന്ത് ചെയ്യുന്നു? അയാളുടെ ഇൻകം എത്രയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺ ഓഫ് ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് വോളണ്ടറി റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, പേര് തന്നെ നമുക്കത് എന്താന്ന് എഴുതാൻ പറ്റും. അടുത്താണ് കമ്പൾസറി റിട്ടേൺ. അപ്പോൾ അതിന് വോളണ്ടറി റിട്ടേണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തായിരിക്കും? റിട്ടേൺ പ്രിപ്പയർഡ് ആൻഡ് സബ്മിറ്റഡ് ബൈ ദി അസസി ഡ്യൂ ടു കമ്പൽഷൻ ഫ്രം എനി അതോറിറ്റി ഈസ് കോൾഡ് കമ്പൾസറി റിട്ടേൺ. അതായത് ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉള്ള ഒരു കമ്പൽഷൻ, അവരുടെ അടുത്ത് നിന്നുള്ള നോട്ടീസോ ഓർഡറോ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേണിനെ വിളിക്കുന്നവരാണ് കമ്പൾസറി റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, if an assessee failed to submit return before the due date of furnishing the return, the assessing officer may serve a notice on such person requiring him to furnish the return. Such returns is called compulsory return. അതായത് ഓരോ ടൈപ്പ് ആളുകളും ഇന്ന സമയത്തിനുള്ളിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണമെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ താഴെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, താഴെ നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ അവര് റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഒരു നോട്ടീസ് അയക്കും, അവരുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ സബ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? കമ്പൾസറി റിട്ടേൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്താണ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ത്രൂ എംപ്ലോയർ. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഉടമ വഴി എന്ത് ചെയ്യുക? റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ത്രൂ എംപ്ലോയർ എന്ന് പറയുന്നത്. An employee may furnish his return of income for any previous year to his employer. The employer shall furnish the return received by him to concerned assessing officer on or before the due date as per directions or order of the board. അതായത് എംപ്ലോയി എന്ത് ചെയ്യുന്നു? അയാളുടെ അയാളുടെ സ്ഥാപനം, അയാൾക്ക് ഇൻകം ഉണ്ടാകുന്ന ആ സ്ഥാപനത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ആ സ്ഥാപനത്തിന് എന്ത് ചെയ്യുന്നു? അയാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ, അല്ലെങ്കിൽ അയാൾക്ക് ഈ വർഷം ഇത്ര ഇന്ന രീതിയിലുള്ള ഇൻകവും ഇന്ന രീതിയിൽ ആ ഇൻകത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? എംപ്ലോയി സ്ഥാപനത്തിന് കൊടുക്കുന്നു. ആ സ്ഥാപനം എന്ത് ചെയ്യുന്നു? റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റിനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അത് ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് നൽകുന്നു. അതിനെയാണ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ത്രൂ എംപ്ലോയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ഡിഫക്റ്റീവ് റിട്ടേൺ. ഡിഫക്റ്റീവ് റിട്ടേൺ പേര് തന്നെയുണ്ട്. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ മിസ്റ്റേക്ക്, എന്തോ പ്രശ്നമുണ്ട്, അതാണ്. ഇഫ് ദി റിട്ടേൺ സബ്മിറ്റഡ് ബൈ ദി അസസി പൊസസ് സം ഡിഫക്ട് സച്ച് ആസ് എറർ, ഒമിഷൻ നോട്ട് സപ്പോർട്ടഡ് ബൈ പ്രൂഫ് എക്സെട്ര ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഡിഫക്റ്റീവ് റിട്ടേൺ. അതായത് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള നമ്മുടെ റിട്ടേണിൽ എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ ഒമിഷൻസോ അല്ലെങ്കിൽ എന്താണ് പ്രൂഫോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ റിട്ടേണെ വിളിക്കുന്നവരാണ് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തത് റിട്ടേൺ ഓഫ് ലോസ്. എന്താണ് റിട്ടേൺ ഓഫ് ലോസ്? ഇഫ് എ പേഴ്സൺ ഹു ഹാസ് സസ്റ്റെയിൻഡ് എ ലോസ് ഇൻ എനി പ്രീവിയസ് ഇയർ അണ്ടർ ദി ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ
of business or profession or capital gain or loss on maintenance of race horse claim that the loss carry forward. He should furnish a return of loss within the time allowed in a prescribed form. അതായത് നമുക്ക് ബിസിനസിന്റെ ഹെഡിലോ ക്യാപിറ്റൽ ഗെയിനിലോ അല്ലെങ്കിൽ എന്താണ് ഹോഴ്സ് റേസിന് ഉപയോഗിക്കുന്ന കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോസോ അങ്ങനെ ഈ മൂന്ന് കേസിലുണ്ടാകുന്ന ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലോസ് ഉണ്ടാകുന്ന വർഷം തന്നെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം. എനിക്ക് ഈ ഹെഡിൽ ബിസിനസിന്റെ ഹെഡിൽ ഇന്ന രീതിയിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ ഇന്ന രീതിയിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഹോഴ്സ് റേസിന് ഉപയോഗിക്കുന്ന എന്താണ് റേസ് ഹോഴ്സിന്റെ കേസിൽ അതിന്റെ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് ഇന്ന രീതിയിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. ആ ലോസ് ഞാൻ അടുത്ത വർഷം ഇൻകം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യണം? ആ ലോസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറയുന്നത്. അല്ലാതെ അടുത്ത വർഷം ഈ വർഷം 2024 ലോസ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ ആ ലോസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചില്ല. 2025 നല്ല ഇൻകം ഉണ്ടായപ്പോൾ ഒരുപാട് ടാക്സ് ലയബിലിറ്റി എനിക്ക് അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 2024 എനിക്ക് ഈ പേരിലൊക്കെ ലോസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മൈനസ് ചെയ്യാണ്, എന്നിട്ട് ബാക്കി അടയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ല. 2024 അങ്ങനെ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വർഷം തന്നെ അത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നതിനെയാണ് റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തത് ബിലേറ്റഡ് റിട്ടേൺ. എന്താണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്? നമ്പർ തെറ്റിയതാണ് കേട്ടോ, 6ആണ്. ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിലേഡ് റിട്ടേൺ സബ്മിറ്റഡ് ബിഫോർ ദി അസസ്മെന്റ് ഈസ് കംപ്ലീറ്റഡ് ഈസ് കോൾഡ് ബിലേറ്റഡ് റിട്ടേൺ. 2 തവണ ഈസ് കോൾഡ് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഓക്കെ, എ ഡിലേഡ് റിട്ടേൺ സബ്മിറ്റഡ് ബിഫോർ ദി അസസ്മെന്റ് ഈസ് കോൾഡ് ബിലേറ്റഡ് റിട്ടേൺ. അതായത് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞെങ്കിൽ റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എന്ത് ചെയ്തു? സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു, പക്ഷെ എന്താണ് അസസ്മെന്റ് ഇയർ കഴിയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ബിലേറ്റഡ് റിട്ടേൺ. പേര് തന്നെ ബിലേറ്റഡ്, അതായത് നേരം വൈകി സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺ. ഒരു വ്യക്തി റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്, ആ ഡ്യൂ ഡേറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ആ അസസ്മെന്റ് ഇയർ മുമ്പ് അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അതാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡിലേഡ് റിട്ടേൺ ആണ്, നേരം വൈകി സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺ ആണ്. ഓക്കെ, where an assessee failed to submit return within the time, he may submit the same at any time before the expire of 1 year from the end of assessment year or before the completion of the assessment can be submit belated return. അപ്പോൾ ഒരു സമയത്തിന് നൽകാൻ ഒരു അസസി വിട്ടുപോയി കഴിഞ്ഞാൽ അസസിക്ക് എന്തിനുള്ള ഒരു ടൈം ഉണ്ട്. ആ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അസസ്മെന്റ് ഇയർ കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ എന്താണ് അസസ്മെന്റ് അയാളുടെ ടാക്സ് ബാധ്യത കണ്ടുപിടിക്കുന്നതിനാണ് അസസ്മെന്റ്. അസസ്മെന്റ് കഴിയുന്നതിന് മുമ്പോ ആയിട്ട് എന്ത് ചെയ്യാം? അയാൾക്ക് ബിലേറ്റഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. അതായത് ഡിപ്പാർട്ട്മെന്റ് സ്വമേധയാ അയാളുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും, അതിനാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എന്താണ് അസസ്മെന്റ് ഇയർ കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലോ എന്ത് ചെയ്യാൻ പറ്റും? ആ റിട്ടേൺ ആർക്ക് വേണമെങ്കിൽ നേരം വൈകി ഡിലേഡ് റിട്ടേൺ അസസിക്ക് സബ്മിറ്റ് ചെയ്യാം. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബിലേറ്റഡ് റിട്ടേൺ എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഏഴാമത്തത് റിവൈസ്ഡ് റിട്ടേൺ. എന്താണ് റിവൈസ്ഡ് റിട്ടേൺ? റിവൈസ്ഡ് എന്ന പേര് തന്നെയുണ്ട്, റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരുത്തുക എന്നുള്ള അർത്ഥം അല്ലെ. അതായത് ഇഫ് എ പേഴ്സൺ ഡിസ്കവർ എനി ഒമിഷൻ ഓർ റോങ് സ്റ്റേറ്റ്മെന്റ് ഹി മേ ഫർണിഷ് എ റിവൈസ്ഡ് റിട്ടേൺ at any time before the expire of 1 year from the end of the relevant assessment year or before the completion of assessment, whichever is earlier. Return submitted by the revising the original return is called revised return. അപ്പോൾ റിവൈസ്ഡ് റിട്ടേൺ എപ്പോഴാണ് ഉണ്ടാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നൽകിയിട്ടുള്ള നമ്മുടെ റിട്ടേണിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ഒമിഷൻസോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് തിരുത്തി കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത്. തിരുത്തി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ചെയ്യേണ്ട ടൈം പീരീഡ് ഉണ്ട്. നമുക്ക് തോന്നിയ സമയത്ത് കൊണ്ടിട്ട് തിരുത്താനൊന്നും പറ്റില്ല. അതെന്താണ്? അസസ്മെന്റ് കഴിയുന്നതിന് മുമ്പ്, ഡിപ്പാർട്ട്മെന്റ് എന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എന്താണ് റെലവന്റ് അസസ്മെന്റുകൾ കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലോ അതിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ എട്ടാമത്തെ ഒരു സംഭവം ഉണ്ട്. എന്താണ്? അതർ റിട്ടേൺ. റിട്ടേൺ ഓൺ ബിഹാഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്, റിട്ടേൺ ഓൺ ബിഹാഫ് പൊളിറ്റിക്കൽ പാർട്ടിയും ചാരിറ്റബിൾ ട്രസ്റ്റും ഇവരൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന അവരുടെ റിട്ടേണിനെയാണ് എന്ത് വിളിക്കുന്നത്? അതർ റിട്ടേൺസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഇതുപോലാണ് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇത്രയും റിട്ടേൺസ്, റിട്ടേൺസ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട
ഓരോരോ വ്യക്തികളും അവരുടെ ലാസ്റ്റ് ഡേറ്റുമാണ്, ഡ്യൂ ഡേറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ടേബിളിൽ നോക്കുക. എനി പേഴ്സൺ റിക്വയർഡ് ടു ഫയൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തികളാണെങ്കിൽ, അതുപോലെ തന്നെ എന്താണ് അങ്ങനത്തെ കേസിലൊക്കെയാണ് ഈ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവരുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് നവംബർ അസസ്മെന്റ് ഇയറിലെ നവംബർ 30 മുമ്പായിരിക്കണം. ഓക്കെ, നവംബർ 30 മുമ്പ്. ലാസ്റ്റ് ഡേറ്റ് നവംബർ 30 ആണ്. ഒരു കമ്പനി ആണെങ്കിൽ സെപ്റ്റംബർ 30 മുമ്പ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി എ പേഴ്സൺ അതർ ദാൻ കമ്പനി അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, ഓക്കെ, അവരുടെ അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ സെക്ഷൻ 44A, B, സെക്ഷൻ 11, 12, 134 അതൊക്കെ പ്രകാരം, അതായത് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. കമ്പനി ആണെങ്കിലും സെപ്റ്റംബർ 30 ആണ്. ഇനി അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യേണ്ട കമ്പനി അല്ലാത്ത മറ്റ് ടൈപ്പ് വ്യക്തികളാണെന്ന് വിചാരിക്കുക. അവരും റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30 തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ എ വർക്കിംഗ് പാർട്ണർ ഓഫ് ഫേം ഹൂസ് അക്കൗണ്ട്സ് റിക്വയർ ഓഡിറ്റിംഗ് അണ്ടർ എനി ലോ. അതുപോലെ തന്നെ ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ വർക്കിംഗ് പാർട്ണർ, അയാളുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വർക്കിംഗ് പാർട്ണർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അയാളും റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്താണ്, 30 സെപ്റ്റംബർ ആണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യേണ്ട ആളുകളെല്ലാം റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് സെപ്റ്റംബർ 30-നാണ്. കമ്പനി നിർബന്ധമായിട്ട് ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെന്താണ്, മറ്റുള്ളവരുടെ കേസിലൊക്കെ ആ ഒരു സാഹചര്യം വരികയാണ് മാത്രം ഓഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓഡിറ്റ് ചെയ്യേണ്ടവരെല്ലാം റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് 30 സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യേണ്ടവരെല്ലാം 30 സെപ്റ്റംബറിനാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി സാധാരണ നമ്മളെ പോലത്തെയുള്ള സാധാരണക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ, അതർ അസസി എന്ന് പറഞ്ഞാൽ അതാണ്. സാധാരണ ഇൻഡിവിജ്വൽസ്, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ജൂലൈ 31-നാണ്. ഓക്കെ, ഇതാണ് ആ ഡ്യൂ ഡേറ്റ്. ഈ ഡ്യൂ ഡേറ്റും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു പാരഗ്രാഫ്, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പേജിന്റെ എണ്ണം കൂട്ടാനും ഉപകാരപ്പെടും. ഓക്കെ, ഇത്രയാണ് റിട്ടേൺസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോമുകളുണ്ട്, ഫോംസ്. ഇത് സഹജ്, അതുപോലെ തന്നെ സുഖം, ഇതിങ്ങനെ കുറച്ച് ടേംസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഫോംസ് എന്താന്നുള്ളത്, ഇത് ഓരോരോ ഫോമുകളാണ്. അതായത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക. ആ ഫോംസുകളാണ് ഇത് പറയുന്നത്. അപ്പൊ നമുക്കൊരു 8 ഫോംസ് ഉണ്ട് മൊത്തത്തില്. ഓക്കെ, ഏതൊക്കെ നോക്കാം. ഒന്ന് ITR 1, ഇൻകം ടാക്സ് റിട്ടേൺ ഫോം 1. അതിനെ സഹജ് എന്നാണ് വിളിക്കാറ്, സഹജ്. ഓക്കെ, ആരാണ് ഈ ഫോം എടുക്കേണ്ടത്? ഈ ഫോം ആരാണ് എടുക്കേണ്ടത്? ഫോർ ഇൻഡിവിജ്വൽ വിത്ത് ദ ഫോളോയിങ് കണ്ടീഷൻസ്: ഇൻകം ഫ്രം സാലറി ഉണ്ടാവണം, ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സ്. നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഇൻഡിവിജ്വൽ ഏർണിംഗ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വല്, അയാൾക്ക് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സ്, ഈ 3 ഹെഡിലും ഇൻകം ഉണ്ട്. എക്സ്ക്ലൂഡിംഗ് ലോട്ടറി, ഹോഴ്സ് റേസ്. ലോട്ടറിയും അതുപോലെ തന്നെ ഹോഴ്സ് റേസ് ഇൻകം ഇല്ല. ലോട്ടറി ഇൻകം, ഹോഴ്സ് റേസ് ഇൻകം ഇല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻകം ഉള്ള ഒരു വ്യക്തി, അങ്ങനെയാണെങ്കിൽ അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഫോം ITR 1 ആണ്. അതിന് സഹജ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ITR 2, അത് ഇൻഡിവിജ്വലും HUF-നും ITR 2 ഉപയോഗിക്കാം. ഓക്കെ, വിത്ത് ഇൻകം ഫ്രം അതർ സോഴ്സ് അതർ ദാൻ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം. അതായത് ഇൻക്ലൂഡ് ക്യാപിറ്റൽ ഗെയിൻ ഓർ ഇൻകം ഫ്രം മൾട്ടിപ്പിൾ ഹൗസ് പ്രോപ്പർട്ടീസ്. അതായത് ക്യാപിറ്റൽ ഗെയിന് ഇൻക്ലൂഡ് ആണ് ഇവർക്ക്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സാലറി വരും, ഒന്നിൽ കൂടുതൽ വീടുകളിൽ നിന്നുള്ള ഇൻകം വരും, പിന്നെന്താണ് അതർ സോഴ്സ് വരും, ഒക്കെ വരും. പ്ലസ് പക്ഷെ ഏത് വരില്ല, ബിസിനസ് ഇൻകം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ITR 2 ഉപയോഗിക്കുക എന്നതാണ്. അപ്പൊ ITR 1 ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, ITR 2 ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ ഈ വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ഉണ്ടാകുന്നുണ്ട്, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ITR 2 ആണ് ആ ഫോമാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ITR 3, അത് ആരാ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ITR 3 ഉപയോഗിച്ച് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ആൻഡ് HUF തന്നെയാണ്. ഹു ആർ പാർട്ട്നേഴ്സ് ഇൻ ഫേം ഏണിംഗ് ബിസിനസ് പ്രൊഫഷൻ. അതായത് ബിസിനസ് ഇൻകവും പ്രൊഫഷണൽ ഇൻകവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അയാൾ
ഉപയോഗിക്കേണ്ട ITR3 ആണ്. അയാൾക്ക് 5 ഹെഡിൽ ഇൻകം ഉണ്ട്. അങ്ങനെയെങ്കിൽ ITR3 ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇനി ITR4 സുഖം. ഈ ഒരു സുഖം എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് എടുക്കേണ്ടത് ആരാണ്? ഫോർ ഇൻഡിവിജ്വൽ HUF ആൻഡ് റെസിഡന്റ് ഫേംസ്. ഇൻഡിവിജ്വലും HUF-ഉം പാർട്ണർഷിപ്പ് ഫേംസ് ഒക്കെയാണ് ITR4 എടുക്കേണ്ടത്. എപ്പോഴാണ് എടുക്കേണ്ടത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോപ്പർട്ടി, ബിസിനസ്, പിന്നെ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, സോറി, ഇൻകം ഫ്രം പ്രൊപ്പറേറ്ററി ആണ്, സോറി വായിച്ച തെറ്റിയാട്ടോ. ഇൻകം ഫ്രം പ്രൊപ്പറേറ്ററി ബിസിനസ് ഓർ പ്രൊഫഷൻ, അതായത് ഒരു പ്രൊപ്പറേറ്ററി ബിസിനസ് നിന്നുള്ള ഇൻകവും അല്ലെങ്കിൽ പ്രൊഫഷൻ നിന്നുള്ള ഇൻകം ഉള്ള ഒരു വ്യക്തി. Then income computed under presumptive taxation scheme. Presumptive taxation scheme, അതായത് സെക്ഷൻ 44AD, 44ADA, 44AE അനുസരിച്ചിട്ട് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അങ്ങനെയുള്ള കേസിലൊക്കെ ITR4 ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇതിന് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ആരാണ്? നോൺ റെസിഡന്റ് ഓർ ദോസ് വിത്ത് ഇൻകം എക്സീഡിംഗ് 50 lakh. 50 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉള്ള വ്യക്തി അല്ലെങ്കിൽ നോൺ റെസിഡന്റ് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ITR4 ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ITR5 ഫേം, AOP, BOI ആണ് ITR5 എടുക്കേണ്ടത്. എൻറ്റിറ്റീസ് അതർ ദാൻ ഇൻഡിവിജ്വൽ HUF ആൻഡ് കമ്പനി. കമ്പനിയും HUF-ഉം ഇൻഡിവിജ്വൽ അല്ലാത്ത മറ്റ് സ്ഥാപനങ്ങളും എടുക്കേണ്ട ഫോം ITR5. ദെൻ ITR6 അത് കമ്പനിയാണ് എടുക്കേണ്ടത്. ITR6 എടുക്കേണ്ട കമ്പനിയാണ്. ഇനി ITR7 ആരെടുക്കേണ്ടത്? ITR7 എടുക്കേണ്ടത് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ, കോളേജ് ഓർ യൂണിവേഴ്സിറ്റീസ്, ഇവരൊക്കെ അവരുടെ ഇൻകം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ITR7 ആണ്. ദെൻ ITR5, ഈ റോമൻ ലെറ്ററിലുള്ള ഈ ITR കേട്ടോ, ഇത് ഉപയോഗിക്കേണ്ടത് ആരാണ്? ഇത് ഉപയോഗിക്കേണ്ടത് ഫോർ അക്നോളജ്മെന്റ് പർപ്പസ് ആണ്. അതായത് യൂസ്ഡ് വെൻ ദ ഡാറ്റ റിട്ടേൺ ഫയൽഡ് ഇൻ ITR1, ITR2, ITR3, ITR4, ITR5 ഈസ് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോണിക്കലി വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരം ITR സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ 5 എന്ന് പറയുന്ന ഈ ഒരു ഫോമും കൂടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ സബ്മിറ്റ് ചെയ്യണം. ഒരു വ്യക്തിക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ഈ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്റെ കാര്യം എന്ന് ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈസൻസ്ഡ് ആയിട്ട് ഒരു പെൻഡ്രൈവ് പോലെയുള്ള ഒരു സാധനം ഉണ്ടാവും. ആ സാധനം കുത്തി നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ കുത്തി കഴിഞ്ഞാൽ അത് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് എന്നെ ഓതറൈസ് ചെയ്യാണ്. ഞാൻ അതിലൂടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണെന്ന് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് സ്വയം മനസ്സിലാക്കാൻ പറ്റും, ആ നെറ്റ്വർക്കിന്. അതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ സഹായമില്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ് ITR5 എന്ന് പറയുന്ന ഈ സാധനം. ഓക്കെ. ദ ടാക്സ് പെയർ മസ്റ്റ് സൈൻ ദീസ് അക്നോളജ്മെന്റ് ആൻഡ് സെൻഡ് ഇറ്റ് ടു സെൻട്രലൈസ്ഡ് പ്രോസസിംഗ് സെന്റർ CPSE. അപ്പോൾ ഈ ഒരു ഫോം പ്രിപ്പയർ ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം? CPSEക്ക് അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ITR ഈ ഫോംസ് നോക്കി വെക്കുക. നമുക്ക് പാരഗ്രാഫ് പേജുകളുടെ എണ്ണം കൂട്ടാനൊക്കെ അത് ഉപയോഗിക്കാം. ഇനി മോഡ് ഓഫ് സബ്മിഷൻ ഓഫ് റിട്ടേൺ ആൻഡ് സിഗ്നേച്ചർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ജസ്റ്റ് ഞാൻ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. തിയറിയാണ്, ഞാൻ വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ ഭാഗങ്ങളൊന്ന് നോട്ട് ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ നോട്ട് ഞാൻ അയച്ചു തരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പം എന്താ പറയുക, എല്ലാവർക്കും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ 5 ഹെഡ്സ് നല്ല തറവാക്കി പഠിക്കുക. പിന്നെ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ള ആ ഒരു ചാപ്റ്ററിനകത്ത് മാക്സിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മളിപ്പോൾ എല്ലാം ഈ എൻഡിലേക്ക് മുതലേ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെ മറക്കാനും സമയമില്ല, എക്സാം ആയിട്ടുണ്ട്, മറക്കില്ലെന്ന് വിചാരിക്കുന്നു. എങ്കിലും എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിനകത്ത് ഉള്ള ആ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള 5 ഹെഡ്സിന്റെയും എന്താണ് ചേർന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ 5 ഹെഡ്സിന്റെയും പഠനം നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തീരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾ. പിന്നെ പ്രധാനപ്പെട്ട തിയറി ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് നിങ്ങളൊരു 20 or 25 എക്സംപ്റ്റഡ് ഇൻകംസ് എഴുതാൻ പറ്റുന്ന തരത്തിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ക്ലബിംഗ് പ്രൊവിഷൻസ് തിയറി നന്നായിട്ട് പഠിച്ചു വെക്കുക. ATC ATU ഡിഡക്ഷൻസ് തിയറി ആയിട്ടും എഴുതാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെ അത് പഠിച്ചു വെക്കണം. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള അസസ്മെന്റിന്റെ ഭാഗങ്ങൾ, അസസ്മെന്റ്, റിട്ടേൺ, പിന്നെ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് ലാസ്റ്റ് കമ്പ്യൂട്ടർ എന്താ പറയാ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഉണ്ട് അതൊന്ന് വായിച്ചു നോക്കുക. എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യാന്നുള്ളത്.
അപ്പൊ അതിന്റെ സ്റ്റെപ്സ് അതിനകത്ത് ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അത്രയും ഭാഗങ്ങൾ നിങ്ങൾ തിയറി എന്തായാലും വിടാതെ നോക്കി വെക്കണം. കാരണം ഈ തിയറികളിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് പാരഗ്രാഫിനകത്ത് ചോദിക്കാം, അതേമാതിരി എസ്സേയിൽ ചോദിക്കാം. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ നിന്നും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ശരി, അപ്പം എല്ലാവർക്കും നന്നായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റട്ടെ. ഓക്കെ, ഓക്കെ, വെൽക്കം.